എല്ലാവർക്കും നമസ്കാരം. ഈ ജാസ്മിനും ഗബ്രിക്കും മാത്രം കണ്ടുവരുന്ന ഒരു രോഗം എന്താണെന്ന് അറിയാം. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ഞാൻ സിംഗിളാണ്, ഞാൻ ബാച്ചിലറാണ്, ഞാൻ സിംഗിളാണ്, ഞാൻ സിംഗിളാണ്. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി പറയേണ്ട ഒരു അവസ്ഥ വരും. കേരളത്തിനോട് മൊത്തത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ വരും. ഈ കഴിഞ്ഞ ദിവസം ഷൈൻ ടോം ചാക്കോ ഫിലിമിന്റെ പ്രൊമോഷനായിട്ടുള്ള ഇതിന് വന്ന് ഇന്റർവ്യൂവിന് വന്നിട്ടിരുന്നിട്ട് ഞാൻ മാത്രമേ ഇവിടെ ബാച്ചിലറായിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ഗബ്രി ഞാനും ബാച്ചിലറാ, ഞാനും സിംഗിളാ എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ സാധാരണഗതിയിലാണെങ്കിൽ അങ്ങനെ ഗബ്രിയെ പറ്റി പറയില്ല. പക്ഷെ ഇവരിപ്പോ ബിഗ് ബോസിൽ പോയി കാണിച്ചോ അല്ല അതൊന്നും ഷൈൻ ടോം ചാക്കോ ശ്രദ്ധിച്ചിരിക്കണം എന്നൊന്നുമില്ല. പക്ഷെ പുള്ളി ഇവരെ പറ്റി മനസ്സിലാക്കിയത് വെച്ച് ഇവരൊക്കെ ലിവിങ് ടൂതറായിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ പലരും ലിവിങ് ടൂതറായിട്ട് മുന്നോട്ട് പോയിട്ട് പിന്നീട് വേണമെങ്കിൽ ഒരു കല്യാണം കഴിക്കും, ഇല്ല അവരങ്ങ് ജീവിച്ചു പോകുന്ന അവസ്ഥയുണ്ട്. അല്ലാതെ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ സാറ എന്താണ് ചെയ്തത്, പുള്ളിക്ക് അവര് ലിവിങ് ടൂതറായിരുന്നു, പിന്നീട് അവര് മാരേജ് ചെയ്തു. അതേപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ മാരേജ് ചെയ്യും ലിവിങ് ടൂതറായിട്ട്. അപ്പം ഷൈൻ ടോം ചാക്കോ അങ്ങനെ എങ്ങാണ്ട് അവിടം വരെ കഥ മനസ്സിലാക്കിയിട്ടുള്ളൂ, ഒരു ബ്രേക്കപ്പ് ആയത് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കണത്? ലിവിങ് ടൂഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. ഗബ്രി എന്താണേലും വിളിച്ചു പറഞ്ഞു ഞാൻ സിംഗിളാണ്, ഞാൻ ബാച്ചിലറാണ് എന്ന്. ഇതിനു മുന്നേ ജാസ്മിനും പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ്, ഞാൻ സിംഗിളാണെന്ന്. ഞാനിപ്പോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്കിപ്പം എന്താ സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു 10 കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കാൻ നേരത്തെ എന്റെ മാമായും മാമി ഇങ്ങനെ ഭയങ്കര സീരിയസ് കോൺവെർസേഷനിൽ നിൽക്കുവാണ്. ചിന്നു നീ സയൻസ് എടുക്കുന്നോ അതോ നീ കൊമേഴ്സ് എടുക്കുന്നോ, നിനക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? മാമി എനിക്ക് കല്യാണം കഴിച്ചാൽ മതി മാമി എന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. ദാറ്റ്സ് ഓൾ യു നോ. എനിക്ക് ഒരു സമയത്ത് എനിക്ക് തോന്നിയിരുന്നു ഈ ഒരു പ്രായത്തിൽ കല്യാണം കഴിച്ച് കുടുംബമൊക്കെ ആയിട്ട് എനിക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. എനിക്ക് കല്യാണം കഴിച്ച് എനിക്ക് മക്കളും കുടുംബമായിട്ടൊക്കെ ജീവിക്കണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ചേർന്ന ഒരാളെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ, എന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുന്നത് വരെ ഞാൻ എന്തായാലും എനിക്ക് കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മനസ്സിലായോ? ഞാൻ സിംഗിളാണോ? ഞാൻ സിംഗിളാണ് എന്നിട്ട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിംഗിളാണ്, ഞാൻ സിംഗിളാണ്, ഞാൻ സിംഗിളാണ്, ഞാൻ സിംഗിളാണ്. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ, രക്തത്തിളപ്പിന്റെ ഒരു പ്രായത്തിൽ നമ്മുടെ സിസ്റ്റത്തിനോടൊക്കെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ചിന്താഗതികൾ വരും. റിബൽ ചിന്താഗതി എന്ന് വേണേൽ പറയാം. എല്ലാത്തിനോടും ഒരു എതിർപ്പ്, അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെ ജീവിച്ചു, ഇതെന്തിനും ഈ കെട്ടുപാടുകളൊക്കെ, ഇതൊന്നും നോക്കണ്ട, ഇവരാണോ നമുക്ക്, സമൂഹമാണോ നമുക്ക് ചെലവിന് തരുന്നത്, നമുക്കിഷ്ടത്തിന് നമുക്ക് ജീവിക്കാം, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, ഇങ്ങനെയൊക്കെ ഇങ്ങനെ കുറെ ചിന്താഗതിയുണ്ട്. കാരണം സമൂഹം നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന കുറെ സ്വാതന്ത്ര്യമില്ലായിട്ടുണ്ട്. നമ്മുടെ കാലിൽ നമ്മളറിയാത്ത ഒരു അദൃശ്യ ചങ്ങല സമൂഹം ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം അത് പാടില്ല, ഇത് പാടില്ല. ആ സമൂഹത്തിന് ആ ചങ്ങല അങ്ങോട്ട് പൊട്ടിച്ചെറിഞ്ഞിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മൾ സമൂഹത്തിൽ മോശക്കാരായി മാറും. അപ്പൊ പലർക്കും പൊട്ടിച്ചെറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പലരും ഭയം കൊണ്ട് അതിന് ശ്രമിക്കാതെ ഉള്ളിൽ നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ ചെയ്യില്ല. കുടുംബത്തിനെ പേടി, സമൂഹത്തിനെ പേടിയൊക്കെ ആയിട്ട് നമ്മൾ ഭയപ്പെട്ട് അങ്ങനെ അടങ്ങി ഒതുങ്ങി അങ്ങനെ അങ്ങ് നിൽക്കും. ജാസ്മിൻ ജാഫറിന്റെ കമന്റ് ബോക്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാകും. എഴുതിയിട്ടിരിക്കുന്ന കാണും, മോളെ നീ അടിച്ചു പൊളിക്ക്. അവര് മലേഷ്യ ഗബ്രിയും ജാസ്മിനോട് പോയി അടിച്ചു പൊളിച്ചപ്പോ താഴെ വരുന്ന കമന്റാണ്, ജീവിതം ഒന്നേ ഉള്ളൂ, നീ ആസ്വദിക്കുക, നീ അടിച്ചു പൊളിക്കുക, നീ ആരും പറയുന്ന കേൾക്കണ്ട. കുറെ എണ്ണം ഇങ്ങോട്ട് കമന്റുമായിട്ട് സദാചാര ഗുണ്ടകൾ വരും, നീ ഒന്നും മൈൻഡ് ചെയ്യണ്ട, നീ ആസ്വദിച്ച്, നീ അടിച്ചു പൊളിക്കും, ഇങ്ങനെയൊക്കെ ഇരുന്നുള്ള കമന്റ് ആയിരിക്കും കൂടുതൽ. ഇത് ആരാന്നറിയോ? അവർക്ക് സാധിക്കാത്ത ആഗ്രഹം ജാസ്മിനിലൂടെ അവർ കാണുമ്പോൾ അവരതിനെ പ്രോത്സാഹിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ആ വിടുന്ന ആൾക്കാര് എന്നിട്ട് എന്താ ചെയ്യുന്നത് നമ്മളതിന്റെ ബാക്കിയും കൂടെ ചിന്തിക്കണം. അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർ ആ കമന്റ് ഇടുന്നത്. അവരടങ്ങി ഒതുങ്ങി അമ്മയും അച്ഛനും പറയുന്ന കേട്ട് സമൂഹത്തെ ഭയപ്പെട്ടു അവിടെ നിൽക്കും. 1-2 വർഷം കഴിയുമ്പോൾ എന്തേലും ചെറിയ ചെറിയ പ്രേമം ഉണ്ടെങ്കിലും ആ പ്രേമവും കല്യാണം കഴിക്കണമെന്നല്ല അച്ഛനും അമ്മയും ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരെയും കല്യാണം കഴിച്ച് അവരാണാണേലും പെണ്ണാണേലും രണ്ടും കണക്കാം എടുത്തുപോയി താമസിച്ച് നല്ല അന്തസ്സായിട്ട് നല്ല കുടുംബമായിട്ട് അവരൊരു കെട്ടുറപ്പുള്ള ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകും. അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. സമൂഹത്തെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ നഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ ഇങ്ങനെ കാണുന്നവരെ അല്ലെ ഒരു ഇഷ്ടം പെട്ടെന്ന് തോന്നുന്ന ഒരാൾ
ഒരാളുടെ കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഇവിടെ കിട്ടുന്നില്ല. അത് കാണിക്കുന്ന കാണുമ്പോഴത്തേന് ആവേശത്തിന് ജാസ്മിനെ അങ്ങ് പ്രോത്സാഹനമായിരുന്നു. പക്ഷെ ജാസ്മിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാലോ, ഡിപ്രഷനിലൂടെ കടന്നുപോയി. ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് മാറിയില്ല, രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എടുത്തു, മാറി എന്നും പറഞ്ഞു ഒരു വീഡിയോ ചെയ്തു. പക്ഷെ മാറിയിട്ടില്ലെന്ന് നമുക്കറിയാം. ലോങ് വീഡിയോ ഒക്കെ വന്നിട്ട് 2 മാസത്തിലധികമായി. ആ കൊച്ചാ മാനസികമായിട്ട് അത് ഇന്നാളത്തെ ആദ്യത്തെ ഒരു വീഡിയോ പറയുന്നുണ്ട്, ഞാൻ എന്ത് പ്രശ്നം ഉണ്ടായാലും ജില്ലെന്ന് നിൽക്കുന്ന ആളാണ്, എനിക്കൊരു വിഷമം ഉണ്ടായാൽ ഞാൻ അപ്പോഴേ അത് മായ്ക്കും. പക്ഷെ ഇതെന്തോ പറ്റുന്നില്ല, ഇപ്പൊ എന്തോ അതിന് സാധിക്കുന്നില്ല, എന്നിട്ട് ഡിപ്രഷനിന്റെ മരുന്നും കഴിച്ചൊക്കെ നടക്കാന്ന്. അതെന്താണെന്ന് ആദ്യം തൊട്ട് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിക്ക് ചെറുപ്പത്തിലെ പൈസ കൈ വന്നപ്പം ആ കൊച്ചിന്റെ നില മറന്നുപോയി. അതും സ്വാഭാവികമാണ്, അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത്രയും പ്രായം കുറഞ്ഞ ഒരു കൊച്ചിന് എടുത്താ പൊങ്ങാത്ത തുക കയ്യിലോട്ട് വന്നു കഴിയുമ്പോൾ ആകെ ഒരു അന്താളിപ്പാകും. അതൊന്നും സംഭവിച്ചു. രണ്ടാമത് ബിഗ് ബോസിൽ പോയതാണ് ആ കൊച്ചിന്റെ രണ്ടാമത്തെ പിഴ. അതോടുകൂടി ആ കൊച്ചിനെ കൊണ്ടുവിട്ടത്, ജാസ്മിനെ കൊണ്ടുവിട്ടത് അതിനെ കല്യാണം കഴിക്കാനുള്ള ഒരാളായിരുന്നു. ഇന്ന് ആ പയ്യനെയാണ് കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ജാസ്മിൻ എങ്ങനെ ഇരുന്നേനെ? ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കണം. ആ പയ്യനെയാണ് കല്യാണം കഴിച്ചിരുന്നത്, ഇന്ന് ജാസ്മിൻ ഒരു കുട്ടിയുടെ അമ്മയായിട്ട് ഇവിടെ കഴിയും. അതോടൊപ്പം ആ കൊച്ചിന്റെ ബ്ലോഗ് നല്ലപോലെ പോകും. ആ ജാസ്മിന്റെ ഒരു സംസാര ശൈലിയും ബ്ലോഗിന്റെ ഇതൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയാണ് ഈ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കെട്ടുറപ്പായിരുന്നു എങ്കിൽ ഇപ്പൊ മൂരാച്ചികൾ വന്ന് പറയുന്ന ഫെമിനിസ്റ്റുകൾ വന്ന് പറയും, അത് മൂരാച്ചി ചിന്താഗതി എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരാളെ കല്യാണം കഴിച്ച് ഒരു കുടുംബമായിട്ട് ഒരു കുടുംബിനിയായിട്ട് പോവുകയും അതോടൊപ്പം വ്ലോഗ് ഇടുകയാണെങ്കിൽ കൈ നിറയെ പൈസയും കിട്ടും, ഇപ്പുറത്തെ സൈഡിൽ കുടുംബം ഉണ്ടാവും. മറു സൈഡിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ബിഗ് ബോസിൽ പോകുന്നു, അവിടെ ചെല്ലുന്നു, ഫസ്റ്റ് കാഴ്ച തന്നെ ഗബ്രിയോട് ഒരു ആകർഷണം, ക്രഷടിച്ചു എന്നും പറഞ്ഞ് അപ്പൊ തന്നെ ഗബ്രിയോട് അങ്ങോട്ടാണ്. നിങ്ങൾ ആരും മനസ്സിലാക്കുന്ന പോലെയല്ല, ഗബ്രി ഇങ്ങോട്ടല്ല, ഗബ്രിയോട് അങ്ങോട്ടാണ് പുള്ളിക്കാരത്തേക്ക് താല്പര്യം കൂടുതൽ. ഗബ്രി ഒഴിഞ്ഞൊഴിഞ്ഞ് മാറാൻ ഋഷി സിംഗനൊന്നും അല്ലല്ലോ, കുറച്ചൊക്കെ ഒഴിഞ്ഞ് മാറിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ ഗബ്രിയോട് ശരിക്കും മധ്യസ്ഥയായിട്ട് നിന്ന് ചർച്ച ചെയ്ത് എന്താണ് നിനക്ക് അവളോടുള്ള വികാരം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അത് അതേപടി ജാസ്മിനോട് പറഞ്ഞ് അവന് നിന്നോട് പ്രണയോ ഇല്ല, ഒന്നുമില്ല. അവൻ ഇന്ന് വരെയും ജീവിതാവസാനം വരെ ജാസ്മിനോടുള്ള എന്താണെന്ന് ക്ലാരിറ്റി കിട്ടില്ല. ഫ്രണ്ട്ഷിപ്പാണോ പ്രണയമാണോ എന്നുള്ളതിന്റെ ക്ലാരിറ്റി ഇല്ല. ആ ഭാഗം അവൻ ബ്ലാങ്ക് ആക്കിയിട്ടിരിക്കുകയാണ്. അവന് ക്ലാരിറ്റി കിട്ടുകയില്ല, ഒരിക്കലും അവൻ ആ ക്ലാരിറ്റി കിട്ടാൻ പോകുന്നില്ല. എന്നാൽ അവൻ യൂസ് ചെയ്യുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കിയ റെസ്മിൻ ബായ് ഇവളെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റെസ്മിനോട് കണക്കായി അങ്ങനെ പോയി. പിന്നെ അച്ഛനും അമ്മയും ബിഗ് ബോസിൽ ഇന്ന് വരെ നമ്മള് കാണാത്ത ഒരു കാര്യം നടന്നു. ബിഗ് ബോസ് പുറത്തുനിന്ന് ഒരാളുടെ ഒന്നും അറിയിക്കുകയും ചെയ്യില്ല, എന്നിട്ടും മകളെ തിരിച്ചു വിളിക്കുമെന്ന് ഈ അച്ഛൻ ബാപ്പ പറഞ്ഞതനുസരിച്ച് ബിഗ് ബോസ് ആ ഒരു ആനുകൂല്യം കൊടുത്ത് ഫോൺ ചെയ്തു. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് ഹാർട്ട് അറ്റാക്ക് ആണ്. ഒരു അച്ഛന്റെ വേദനയായിട്ട് അതിനെ കരുതിയാൽ മതി. മകള് വഴി തെറ്റുന്നു എന്ന് കണ്ടപ്പം ആ ഒരു കല്യാണം മുടങ്ങാതിരിക്കാൻ വേണ്ടി പിടിച്ച് മകൾക്കൊരു ജീവിതം വേണോ എന്നുള്ള വിചാരത്തിൽ ഇന്ന് ആ കുട്ടി അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ഒരു വാപ്പ അന്ന് ചെയ്ത കാര്യമാണത്. നമ്മൾ സോഷ്യൽ മീഡിയ മുഴുവൻ അങ്ങേരെ ഒത്തിരി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇവർക്ക് എന്താണ് സ്വാധീനം ബിഗ് ബോസിൽ, ഇവരെ മാത്രം എന്താണ് വിളിച്ചത്, നുണ പറഞ്ഞു, അതാണ് ഇതാണ്. നുണ പറഞ്ഞാണേലും മകളെ രക്ഷിക്കാനാണ് നോക്കിയത്. ബിഗ് ബോസിന്റെ നിയമം അനുസരിച്ച് അനുവദിക്കാത്തതുകൊണ്ട് അവര് അറ്റാക്ക് എന്നുള്ളൊരു നുണ പറഞ്ഞു. പക്ഷെ ഗബ്രിയായിട്ട് അടുക്കരുതെന്നാണ് ഉപദേശം ഉണ്ടായത്. അത് കഴിഞ്ഞ് വന്ന് 2 ദിവസം ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നു. 3-ാം ദിവസം വീണ്ടും ഗബ്രിയുടെ അടുത്തോടും. പിന്നെ അവസാന നാളുകളിൽ ബിഗ് ബോസിന്റെ അവസാന നാളുകളിൽ അച്ഛനും അമ്മയും വന്ന് ആ ബെഡേൽ കിടന്ന് ഞാൻ ഈ സീനെല്ലാം ഓർത്തു വെച്ചിട്ടുണ്ട്. കാരണം ഈ കൊച്ചി ജാസ്മിനി അനുസരണക്കേട് കാണിക്കുമ്പോൾ നമുക്കും ഉണ്ടാകും. എത്ര കുറ്റം പറഞ്ഞ് വീഡിയോ ചെയ്താലും നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. തകർച്ചയിലേക്കാ പോകുന്നത് നമുക്ക് മനസ്സിലാകും. കാരണം നമുക്കൊക്കെ ജീവിത പരിചയമുള്ളതാണ്. ആ അച്ഛനും അമ്മയും ആ ബെഡിൽ കിടന്ന് ആ ഫോട്ടോയും എല്ലാം മാറ്റിക്കളഞ്ഞ് അവൻ കൊടുത്ത് എന്തോ ഒരു മാലയോ കൊന്തയോ എന്തോ ഉണ്ട് അതെല്ലാം പറിച്ചും കളഞ്ഞ് അതൊക്കെ കളഞ്ഞാലും മനസ്സിൽ നിന്ന് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് എന്താ ഉണ്ടായ വാഴയിലെ പ്രണയം എഴുതി ശകുന്തള കളിച്ച് അവിടെ ഇരിക്കുന്നെന്ന് നമ്മളെല്ലാരും കണ്ട ഓർക്കുന്നില്ലേ? ലാസ്റ്റ് ഏതാണ്ട് ഒരു ഭ്രാന്തിയാകുന്ന അവസ്ഥ എത്തിയായിരുന്നു. ലാസ്റ്റ് എത്തിയപ്പം പ്രണയം മൂത്ത് ഭ്രാന്തിയായിരുന്നു. കാരണം റീ എൻട്രിയിൽ ക്യാമറ എല്ലാം ഉണ്ടായിട്ടും ബാത്റൂമിന്റെ അവിടെയിട്ട് ജാസ്മിൻ ഗബ്രിയെ തടഞ്ഞു നിർത്തി പിടിച്ചു നിർത്തി എന്തോ ചോദിക്കാനൊക്കെയാണ്. അതൊക്കെ സൂം ചെയ്ത് അവർക്ക് ഏറ്റവും റേറ്റിംഗ് കിട്ടിയൊരു സീസണാണ്. അതുപോലെ ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ അവർ മാക്സിമം യൂസ് ചെയ്ത് അവർ പൈസ ഉണ്ടാക്കി. ജീവിതം പോയത് ജാസ്മിന്റെ മാത്രം. എന്നാൽ തിരിച്ചിറങ്ങിയിട്ടെങ്കിലും ആ കുട്ടിക്കൊരു ഈ പുറകെ പോക്ക് ഈ റിയാലിറ്റി മനസ്സിലായില്ല വെളിയിലിറങ്ങിയപ്പോ. അപ്പൊ ഈ ഗബ്രിയുടെ പുറകെ പോക്ക് നിർത്തുന്നതിന് പകരം നേരെ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് നേരെ എറണാകുളത്ത് ഫ്ളാറ്റ് എടുത്ത് താമസിക്കുന്നു. അവിടുന്ന് പിന്നെ ടൂറ് പോക്ക് അത് ഇതെല്ലാം കുറച്ച് നാൾ അടിച്ചു പൊളിച്ചു കഴിഞ്ഞു. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ കഴിഞ്ഞു. ആ ഗബ്രി തേച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തേയില്ല. തേച്ചു എന്നുള്ള വാക്ക് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എവിടെ കൊണ്ട് തേച്ചു എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നു, എനിക്ക് നിന്നോട് പ്രണയമാണ്, അല്ലെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്നൊരു വാക്ക് ഗബ്രി എവിടെയും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. ഈ പെങ്കൊച്ചാണ് അങ്ങോട്ട് അടിച്ചു തല്ലി കിടക്കുന്നത്.
വിടാതെ പിടിച്ചിരുന്ന ഈ പെങ്കൊച്ച അതവൻ ആ മാക്സിമം ഉപയോഗിക്കാതെ വേണമെങ്കിൽ പ്രണയമൊന്നും ഇല്ലാത്ത സ്ത്രീക്ക് ഈ ഉപയോഗിക്കാതെ വേണമെങ്കിൽ നിൽക്കായിരുന്നു. ആ ഒരു തെറ്റ് ഗബ്രി ചെയ്തു തന്നെയാണ്. ആ പെൺകുട്ടിക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാനൊന്നും താല്പര്യമില്ല, ഒപ്പം ജീവിക്കാൻ താല്പര്യമില്ല, പിന്നെ അതിന്റെ കൂടെ പോകണ്ടായിരുന്നു. ഇതല്ല, അങ്ങനെ പോയി ഉപയോഗമൊക്കെ കഴിഞ്ഞ് നേരെ തിരിച്ച് സലാം പറഞ്ഞ് പോന്നെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ കേട്ട സിംഗിൾ ഞാൻ സിംഗിള്, ഞാൻ ബാച്ചിലറാന്ന് ഗബ്രി പറയുന്നതിന്റെ അർത്ഥം. ഇപ്പുറത്തെ സൈഡിൽ ഡിപ്രഷനിൽ നിന്ന് മോചനമില്ലാതെ 2 മാസം കഴിഞ്ഞ് ഒരു ഏതെങ്കിലും ബ്ലോഗ് ഇട്ടിട്ട് വല്ലപ്പോഴും ജനങ്ങൾ വന്ന് ഒത്തിരിയും പറയുമ്പോൾ ഒരു ബ്ലോഗ് ഇടുന്നു. പരസ്യത്തിന്റെ ഇത് മേടിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട്, കൊളാവ് മേടിച്ചു വെച്ചതുകൊണ്ട് പരസ്യം പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ ഏതെങ്കിലും ഷോർട്ട് വീഡിയോ ഇട്ടേച്ച് പോകുന്നു. ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇപ്പൊ പിന്നെ കുറച്ച് രക്ഷപ്പെട്ട് കാണും, ഒരു പട്ടിക്കുഞ്ഞിനെ വളർത്തി റിലാക്സ് ആണ്. ഇത് പറയുമ്പം ഈ പറഞ്ഞ അനുസരണ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ, നമ്മുടെ സിനിമാ ലോകത്ത് നയൻതാര ഇവിടെ വന്ന് അഭിനയിച്ചു, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വിസ്മയത്തുമ്പത്ത് ഒക്കെ സിനിമയിൽ അഭിനയിച്ചോടുകൂടി ഇവിടെ കുറെ പ്രശ്നങ്ങളുണ്ടായി. അതിനുശേഷം നേരെ തമിഴ്നാട്ടിലോട്ട് പോന്നു. അവിടെ എങ്ങനെ നിൽക്കണമെന്നുള്ള ബിസിനസ് തന്ത്രം അറിയാവുന്നതുകൊണ്ട് ആ രീതിക്ക് അവിടെ അഭിനയിച്ച് കോടീശ്വരിയായി. ഈ പ്രായത്തിൽ കോടീശ്വരിയായി ആരുമില്ല. ജാസ്മിന്റെ അതേപോലത്തെ ഒരു എടുത്തിയാട്ടക്കാരിയാണ്. എന്നിട്ട് അവിടെ പോയിട്ട് ആദ്യം ചിമ്പു അവനുമായിട്ട് കിസ് ചെയ്യുന്ന അവൻ നേരെ സോഷ്യൽ മീഡിയ എടുത്തിട്ടു. അതങ്ങനെ ഇതായി. പിന്നെ അത് ബ്രേക്കപ്പ് ആക്കി. 2ാം ഘട്ടം പ്രഭുദേവയുടെ പേര് ടാറ്റു ചെയ്ത് ശരീരത്തിലൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് പ്രഭുദേവയായിട്ട് ഒന്നിച്ച് താമസിച്ചിട്ട് ഇവിടെ ഗുരുവായൂരൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുണ്ടായി, പ്രഭുദേവതയുടെ ആദ്യ ഭാര്യ കൊണ്ട് ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ട് എടുത്താ പൊങ്ങാത്ത ലക്ഷങ്ങളാണ് അവർ ചോദിച്ചത്. ആ ലക്ഷം മുഴുവൻ നയൻതാര കൊടുത്തെന്നാണ് പറയുന്നത്. സിനിമാ ലോകത്തുള്ളവർ പറഞ്ഞറിയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് കേട്ടോ. ആ നയൻതാരയുടെ കയ്യിൽ നിന്ന് ആ കാശ് മുഴുവൻ ആദ്യ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്തിട്ട് പ്രഭുദേവ അവിടുന്ന് സലാം പറഞ്ഞ് അടുത്ത കല്യാണം കഴിച്ച് വേറെ താമസിക്കുന്നു. നയൻതാര വീണ്ടും ഡൗണിലേക്ക് പോയിട്ട് ഇപ്പൊ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുട്ടിയൊക്കെ ആയി 2ാമത് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ ഈ ബുദ്ധിപൂർവമല്ലാത്ത അനുസരണയില്ലാത്ത എടുത്തിയാട്ടം ചെയ്യുന്നതുകൊണ്ട് പറ്റുന്ന വീഴ്ചകളാണ്. ഇപ്പൊ ശരിക്കും ജാസ്മിൻ എന്താണ്, ഗബ്രി ഒരു സൈഡിൽ സിനിമയെ അത് ഇതൊക്കെ ആയിട്ട് പോകുന്നു, ജാസ്മിൻ ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. ഇത് പറയേണ്ട കാര്യം ശരിക്കും പേഴ്സണലായ അവരുടെ ഒരു കാര്യമാണ്. പക്ഷെ ഇത് ബിഗ് ബോസ് വന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ്. ഞങ്ങളൊക്കെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നതാണ്. ഇവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി കാശുണ്ടാക്കിയവരാണ് ഞങ്ങളും. അതേപോലെ തന്നെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ഇവരുടെ ഇതിലാണ് കാശുണ്ടാക്കിയത്. പിന്നെ ഒരു സീസണും വന്നിട്ടില്ല അത്രയും കാശ് കിട്ടിയത്. അവരുടെ സീസൺ 1 വിജയാന്നൊക്കെ പറഞ്ഞാലും അത്ര വലിയ വിജയമൊന്നുമല്ല. ഇതായിരുന്നു ശരിക്കും വിജയം. പക്ഷേ ഈ ബിഗ് ബോസ് പോയി ഗംഗയുടെ കാര്യം, ഗംഗയൊക്കെ ഇല്ലേ, ഗ്ലാമി ഗംഗ, അവരൊന്നും ബിഗ് ബോസിലോട്ട് വിളിച്ചിട്ട് പോയിട്ടില്ല. പക്ഷെ ഈ കുട്ടി ചാടിക്കേറി പോവുകയും ചെയ്തു. അവിടെ ചെന്ന ഉടനെ തന്നെ ഗബ്രിയിൽ അടിച്ചു തല്ലി അങ്ങോട്ട് ക്രഷ് അടിച്ച് വീഴുകയും ചെയ്തു. ആരൊക്കെ എതിർത്താലും ആരൊക്കെ പറഞ്ഞാലും അനുസരിക്കാതെ ഗബ്രി എന്നുള്ള മന്ത്രം ഉരുവിട്ട് പുറകെ പോവുകയും ചെയ്തു. അവസാനം വന്ന് നിൽക്കുമ്പം ഗബ്രി ഇപ്പൊ കൊടുത്ത ഈ ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ജാസ്മിന്റെ അവസ്ഥ. ജാസ്മിൻ ഓൾറെഡി പറഞ്ഞു ഞാൻ സിംഗിളാണ്. അന്ന് അതിന്റെ കമന്റ് ബോക്സ് ഇവക്ക് നാണമില്ല ഇങ്ങനെ സിംഗിൾ എന്ന് പറയാന്നുള്ള കമന്റ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കമന്റ് ഞാൻ കണ്ടു, എന്തൊരവസ്ഥയല്ലേ ഞാൻ സിംഗിളാന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ എന്ന് കണ്ടു. കാരണം കേരളം കണ്ടിരിക്കുന്നത് എന്താണ്, എറണാകുളത്ത് വന്ന് താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ ഇപ്പൊ സിംഗിളാണ്, ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കും, അങ്ങനെയുള്ളവരെയാ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോഴും ഇപ്പൊ കൂടെ കുറെ സുഹൃത്തുക്കളുണ്ട്. അവന്മാരോട് പോലും ഒന്ന് കല്യാണം ആലോചിച്ച് നോക്കി, അവന്മാർ പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അതാണ് ആമ്പിള്ളാരുടെയൊക്കെ സ്വഭാവം. അപ്പൊ എന്ത് പറഞ്ഞാലും ബാപ്പയും ഉമ്മയും പറഞ്ഞ് അവരുടെ കൂടെ നിൽക്കുക. എറണാകുളം എന്ന ടൗണിലേക്ക് വന്നാൽ തന്നെ കഴിഞ്ഞ കഥ. അത് വേറൊരു വശം. അവരുടെ കൂടെ ബാപ്പയുടെ ഉമ്മയുടെ കൂടെ നിൽക്കുക, അവര് പറയുന്ന അനുസരിച്ച് ജീവിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതമുണ്ട്. അല്ലെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടം കണ്ട കണക്ക് മാത്രമേ പറയാനുണ്ടാവുള്ളൂ. അതാണ് ഇപ്പൊ ജാസ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.